ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആട്ടോ, രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിലും ഉൾപ്പെടുത്താം. ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ വിശേഷമാട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാനും ഇച്ചാനും കൂടെ കൂടി ടെറസിൻ്റെ മുകളിലൊന്ന് പോയതാണ്. കാരണം ഞങ്ങളുടെ അവിടുത്തെ ലൈറ്റ് കത്തുന്നില്ല, വലിയ ലൈറ്റ്. അപ്പോൾ അതെന്താ നോക്കാൻ പോയപ്പോൾ ഇത് കണ്ടോ, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയാട്ടോ. കണ്ടപ്പോൾ നല്ല രസം തോന്നി. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ, 4 മണി കഴിഞ്ഞു, 4:30 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ട് മഞ്ഞൊക്കെ കയറി നല്ല തണുപ്പാട്ടോ. പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ നല്ല കാറ്റൊക്കെയാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ചെവിയിലോട്ടൊക്കെ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തണുപ്പ് സമയത്ത് നമുക്കിവിടെ പകൽ കുറവും രാത്രി കൂടുതലും കേട്ടോ. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ. ചൂട് സമയത്താണെങ്കിൽ 7 മണി 7:30 ആയാലും രാത്രി ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലൈറ്റിൻ്റെ കാര്യം നോക്കാനായിട്ട് വന്നതാണ്. നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ട്, അയാൾ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കാനായിട്ട് കയറി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇതേ നമ്മുടെ പേരമരം നിറച്ച് പേരയ്ക്ക കേട്ടോ. കണ്ടിട്ട് കൊതിയായി. പക്ഷേ ഇത് കണ്ടോ, ഇതിപ്പോൾ ചെറുതാണ്, മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലുതാവുന്ന പേരയ്ക്ക കേട്ടോ. നാടൻ പേരയ്ക്കയാണ്, പക്ഷേ നല്ല മധുരമാണ്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പഴുക്കാറാകുമ്പോഴത്തേക്കും ഒരുപാട് കിളികളും പിന്നെ മങ്കിയും ഒക്കെ വന്നിരുന്നിട്ട് മൊത്തം അങ്ങ് കഴിച്ചിട്ട് പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇത് മിക്കവാറും വന്ന് നോക്കിയിട്ട് അത് പഴുക്കുന്ന അനുസരിച്ച് നമ്മൾ പറിച്ച് മാറ്റുകയാട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരെണ്ണം പോലും നമുക്ക് കഴിക്കാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് സ്റ്റാറ്റസ് ഇട്ട ആ ഒരു വീഡിയോ ആട്ടോ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ മോൻ്റെ 17th ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പെട്ടെന്ന് ഞാൻ കുറച്ച് കേക്കും അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും ഒക്കെ ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കും കേട്ടോ. രാവിലെ എനിക്ക് സമയം കിട്ടിയില്ല. ആക്ച്വലി എൻ്റെ കിച്ചണിലെ ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇതെല്ലാം ഇൻവെർട്ടറിൽ നിന്ന് കൂടെയുള്ള കണക്ഷൻ ആയതുകൊണ്ട് നമ്മൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അവർ സമയത്തൊട്ട് വരുത്തൂല. അതുകൊണ്ടാണ് കുറേ വയറും കാര്യങ്ങളും എൻ്റെ ഫിൽറ്ററിൻ്റെ അവിടുത്തെയും എല്ലാം ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ എടുത്തിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ തന്നെയല്ല എനിക്ക് സമയവും കിട്ടിയില്ല കേട്ടോ. രാവിലെ നമുക്ക് ക്ലാസ്സിനും കൂടെ പോകുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കേക്ക്, സിമ്പിളായിട്ടുള്ള കേക്കാട്ടോ അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട കേക്കും ഉണ്ടാക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഞാൻ മോന് വേണ്ടിയിട്ട് ഒന്ന് ക്രീമൊക്കെ തേച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാനായിട്ട് വെക്കുന്ന കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറം ബസുമതി റൈസ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ ശരിക്കും വിചാരിച്ചിരുന്ന വൈകുന്നേരം എല്ലാം ഉണ്ടാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ബർത്ത്ഡേക്കല്ല, അപ്പോൾ ഉച്ചയ്ക്ക് മോൻ വരുമ്പോഴത്തേക്കും ഒന്ന് സർപ്രൈസായിട്ട് അവന് ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഞാനിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തില്ല കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ റൈസ് ഇതുപോലെ, റൈസ് പിന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വെജിറ്റബിൾസ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് വേവിച്ചിട്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ മക്കളുടെ ഒരു സന്തോഷം, അത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. ഞാൻ ആക്ച്വലി ഇന്ന് അവനോട് പറഞ്ഞില്ല ഉച്ചയ്ക്ക് വരുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുമെന്ന്. കാരണം അവനും അറിയാം മമ്മിക്ക് സമയമില്ലാന്ന്. അപ്പോൾ അതേപ്പോൾ അവൻ വന്നു കേട്ടോ. വന്നു കഴിഞ്ഞ സമയത്ത് നമ്മുടെ സ്റ്റാഫുകൾ അവന് വിഷസ് പറയുക കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഇവരുടെ ഒരു ഫോട്ടോയും എടുക്കാമെന്ന്. ഭയങ്കര മടിയാണ്, നമ്മൾ എത്ര പറഞ്ഞാലും ഭയങ്കര നാണോ കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ വേണ്ടി. അപ്പോൾ മോൻ എന്തോ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു, അത് വന്നതാണ്. പക്ഷേ അവനെ കാണിക്കില്ല കേട്ടോ നിങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കി വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ റോസ്റ്റും ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. പിന്നെ കേക്കും റെഡി ആയിട്ടുണ്ട്. കേക്ക് ഞാൻ ആക്ച്വലി പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കി കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് ക്രീമൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ആക്ച്വലി ഞാൻ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴത്തേക്കും എൻ്റെ ബീറ്റർ പെട്ടെന്ന് കത്തിപ്പോയി. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലാണ് ഞാനിരിക്കുന്നത്. ഇനിയിപ്പോൾ അതെന്ത് ചെയ്ത് കേക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണമെന്ന് എനിക്കറിയത്തില്ല, ആ ഒരു ടെൻഷനിലാണ്. പിന്നെ ചെറിയ കപ്പ് കേക്കും അതുപോലെ ഈ കേക്കും ഒക്കെ മോൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.